ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ബീഹാർ ഗവർണറായ ആരിഫ് ഖാൻ ഈ പദവിയിലേക്ക് വരാനുള്ള സാധ്യത ഏറെ ചർച്ചയാവുകയാണ്. ആരിഫ് ഖാൻ ഈ പദവിയിലെത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക? കേരളത്തിൽ പിണറായി വിജയനെ വിറപ്പിച്ച ഗവർണർ ഇനി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാകുമോ? അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു പരിചിത മുഖമാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. അതിന്റെ കാരണം മുൻപ് പറഞ്ഞത് തന്നെ. 1970കളിൽ ആലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി നേതാവായി തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ അദ്ദേഹം 1980ലും 84ലും യുപിയിൽ നിന്നും ലോക്സഭാ MP ആയി. അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് 1986ലെ ഷാബാനോ കേസാണ്. മുസ്ലിം വനിതകളുടെ അവകാശങ്ങൾക്കായി സുപ്രീം കോടതി വിധിയെ പിന്തുണച്ച അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ അന്ന് ധീരമായി നിലപാടെടുത്ത് രാജിവെച്ചു. ഇത് അദ്ദേഹത്തിന്റെ പുരോഗമനപരമായ നിലപാടിന്റെ തെളിവാണ്. 2019ൽ കേരള ഗവർണറായി നിയമിതനായപ്പോൾ ആരിഫ് ഖാൻ പിണറായി വിജയന്റെ സർക്കാരുമായി നിരന്തരം പോരാട്ടങ്ങളിലായിരുന്നു. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിയമനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടലിനെതിരെ അദ്ദേഹം ശക്തമായ വിമർശനം ഉന്നയിച്ചു. FIA തെമ്മാടികളെന്ന് വിളിച്ചതും അന്ന് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു. ഈ സംഘർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയമായി ഒരു കൂട്ടം ആളുകൾ കണ്ടു. എന്നാൽ ഇത് ചിലർക്ക് അഹങ്കാരമായാണ് തോന്നിയത്. ഇനിയാണ് പ്രധാനപ്പെട്ട ആ ചോദ്യം: അദ്ദേഹം ഉപരാഷ്ട്രപതിയാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? 2025 ജൂലൈ 22-ന് ജഗദീപ് ധൻഖർ രാജിവെച്ചതോടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർന്നു തുടങ്ങി. BJP ഒരുപക്ഷെ ഇതൊരു തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കമായി കണക്കിലെടുക്കാൻ സാധ്യത ഏറെയാണ്, പ്രത്യേകിച്ച് ബീഹാർ, പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ. ഒരു മുസ്ലിം നേതാവിനെ ഈ പദവിയിൽ നിയമിക്കുന്നത് BJPയുടെ വോട്ടർ ബേസ് വിപുലീകരിക്കുന്നതിനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നു. കാരണം ഒരു വിഭാഗം BJP മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്ന സാഹചര്യം നിലനിൽക്കെ പിണറായി വിജയനെയും SFIയെയും പല്ലും നഖവും കൊണ്ട് നേരിട്ടൊരു പശ്ചാത്തലമുള്ള ആരിഫ് ഖാൻ ഉപരാഷ്ട്രപതിയായാൽ രാജ്യസഭയുടെ ചെയർമാനായി അദ്ദേഹം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ദേശീയ പ്രൊഫൈലും മുൻ ഗവർണർ എന്ന നിലയിലുള്ള അനുഭവവും പദവിക്ക് അനുയോജ്യനാക്കുന്നു. പക്ഷെ വിവാദങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടി വരും. ജഗദീപ് ധൻഖർ ഒരു സൗമ്യ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. സഭയിലായാലും പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രതിഷേധിക്കുമ്പോഴോ സംയമനത്തോടെ നേരിട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ BJPയിൽ നിന്ന് പോലും ഈ മൃദു സമീപനത്തോട് എതിർപ്പുള്ളവർ ഉണ്ടായിരുന്നു. അതിൽ പെടുന്നവരാണ് JP നദ്ദയും കിരൺ റിജിജു പോലെയുള്ള ആളുകൾ. എന്നാൽ ഇതേ സ്ഥാനത്ത് ആരിഫ് ഖാൻ ആണ് എങ്കിൽ സഭയിൽ നടക്കാൻ പോകുന്നത് ഒരു മൃദു സമീപനമായിരിക്കില്ല. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് സഭയിൽ വളരെ രൂക്ഷമായ രീതിയിലാണ് പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിനെ നിയന്ത്രിക്കാൻ പക്വമായിട്ടുള്ള നിലപാടുകൾ എടുക്കാത്ത പക്ഷം നിങ്ങൾ വീണ്ടും അനിശ്ചിതത്വത്തിലാവും. ഇത്രയുമൊക്കെ പറയുമ്പോഴും ആരിഫ് ഖാൻ തന്നെ ഉപരാഷ്ട്രപതിയാകുമോ എന്നുള്ളത് സംശയമാണ്. കാരണം BJPയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ അവസാന നിമിഷം പോലും മാധ്യമങ്ങൾക്ക് ലഭിക്കാറില്ല. ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ മാത്രമാണ് മാധ്യമങ്ങളടക്കം തീരുമാനം അറിയുന്നത്. അത്രയും ചടുലമായ രീതിയിലും ആർക്കും പിടികൊടുക്കാത്ത തരത്തിലാണ് ഓരോ തീരുമാനങ്ങളും BJP നേതൃത്വം കൈക്കൊള്ളുന്നത്. ഇതിനൊപ്പം തന്നെ ശശി തരൂരിന്റെ പേരും ഉയർന്നു വരുന്നുണ്ട് എങ്കിലും അതൊന്നും അത്രയും അധികം വിശ്വസിക്കാനാവുന്നതല്ല. കാരണം BJP ഇപ്പോൾ ഭരിക്കുന്നത് സഖ്യകക്ഷികളുടെ പിന്തുണയിലാണ്. ആ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുള്ള ഒരു MPയെ ഈ സ്ഥാനത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ശശി തരൂരിന്റെ പേര് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു കൂട്ടം മാധ്യമങ്ങളുടെ അച്ചടി സൃഷ്ടി മാത്രമാണ് എന്ന് പറയേണ്ടി വരും.